ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി 48ാമത്തെ ക്ലാസ്. വിട്ടുവീഴ്ചയുള്ള നജസാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നമുക്ക് കിതാബിന്റെ ഉദ്ധരണിയോട് കൂടെ തന്നെ ചർച്ചയിലേക്ക് കടക്കാം. അൽ മഅഫൂ അൻഹ രണ്ടാമത്തെ ഐറ്റമാണ് പറയുന്നത്. ഒന്ന് നിരുപാധികം അഫൂ ഉള്ളത് പറഞ്ഞു. ഇനി അൽ മഅഫൂ അൻഹ ഫിൽ മാഇ ഖാസത്തൻ, വെള്ളത്തിൽ പ്രത്യേകമായി അഫൂ ഉള്ളത്. അൽ മഅഫൂ അൻഹ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നത് ഫിൽ മാഇ വെള്ളത്തിൽ ഖാസത്തൻ പ്രത്യേകമായി, വെള്ളത്തിൽ പ്രത്യേകമായി അഫൂ ഉള്ളത്. റൗസു മാ നശ്ഉഹു മിനൽ മാഇ കസ്സമക്കി വൽ അലഖി. റൗസ് എന്ന് പറഞ്ഞ കാഷ്ടം, മാ ഒരു ജീവിയുടെ, നശ്ഉഹു അതിന്റെ വളർച്ച, മിനൽ മാഇ വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ തന്നെയാണ് അത് ജീവിച്ച് വളരുന്നതൊക്കെ. അങ്ങനെയുള്ള ഒരു ജീവി, കസ്സമക്കി മത്സ്യം പോലെ, വൽ അലഖി അട്ട പോലെ, അതൊക്കെ വെള്ളത്തിൽ തന്നെ ജീവിച്ചോളും. അത്തരം ഒരു ജീവിയുടെ വിസർജ്യം അത് വെള്ളത്തിൽ അഫൂ ചെയ്യപ്പെടും. ഇതിന്റെ അർത്ഥം അത് ഉണ്ടാകണം എന്നല്ല, അത് ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം ഒഴിവാക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് അതിന് അഫൂ ഉണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, നജസ് തന്നെയാണ്. 5 റൗസു, അതായത് ഈ ഇനത്തിലെ രണ്ടാമത്തെ. റൗസുമാ നശ്ഉഹു ബൈന ഔറാഖിൽ അസ്ജാരി ഹൈതു യഅസുറു സൗനുൽ മാഇ അൻഹു. ഈ കുളം, ഒരു കുളത്തിന്റെ നേരെ മേലെയുള്ള മരത്തില് ഇലയിലുള്ള സാധനം അത് അഫൂ ചെയ്യും. കാരണം ആ ഇലയിലുള്ളത് തടയാനൊന്നും വേണ്ട പോലെ കഴിഞ്ഞോളൊന്നും ഇല്ല, അതിന് അഫൂ ഉണ്ട്. റൗസുമാ നശ്ഉഹു, റൗസുമാ ഒരു ജീവിയുടെ കാഷ്ടം. ഈ മാ എന്നതൊരു വിച്ച് എന്ന അർത്ഥത്തിലുള്ളതാണ്. അപ്പൊ റൗസു കാഷ്ടം, റൗസുമാ ഒരു ജീവിയുടെ, നശ്ഉഹു ആ ജീവിയുടെ വളർച്ച, ബൈന ഔറാഖിൽ അസ്ജാരി, വറഖ് ഔറാഖ് ഇലകൾ, ഷജർ അസ്ജാർ മരങ്ങളുടെ ഇലകൾക്കിടയിൽ വളരുന്ന ജീവിയുടെ കാഷ്ടം. അതായത് ഈ വെള്ളത്തിന്റെ നേരെ മേലെയുള്ള മരമാണ് ഉദ്ദേശിക്കുന്നത്. ഹൈസു യഅസുറു, അതേത് സ്ഥിതിയിൽ ബുദ്ധിമുട്ടാകും, അസറ യഅസുറു ബുദ്ധിമുട്ടാകുക, സൗനുൽ മാഇ അൻഹു വെള്ളം അതിൽ നിന്ന് സൂക്ഷിക്കൽ, സംരക്ഷിക്കൽ ബുദ്ധിമുട്ടാണ്. ഒരു വലിയ കുളമാണ്, തടാകമാണ്, അല്ലെങ്കിൽ പുഴയാണ്, അത്തരം സംഗതി നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞോളന്നില്ലല്ലോ. വെള്ളം സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ വിധത്തിലുള്ള ജീവികളുടെ നേരെ വെള്ളത്തിനും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന അതിന്റെ അഫൂ ഉണ്ട്. ഇത് നജസ് തന്നെ, അഫൂ ഉണ്ട്. 6 റൗസുൻ തുൽഖീഹിൽ ഫിറാനു ഫീ ഹിയാദിൽ അഖ്ലിയത്തി ഇൻദ ഉമൂമിൽ ഇബ്തിലാഇ. ചില ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ ഇടയിലുള്ള ഹൗലുകൾ, വലിയ ഹൗല്, അവിടെ എലിക്കാഷ്ടം ഉണ്ടായാൽ അതിന് അഫൂ ഉണ്ടാകും. പക്ഷെ സൂക്ഷിക്കണം, എന്നാലും ഒരു മറ്റു വഴിയില്ലാതിരിക്കുമ്പോൾ അതിന് അഫൂ ഉണ്ട്. റൗസുൻ കാഷ്ടം, തുൽഖീഹി അതിനെ വിസർജിക്കുന്നു, അൽ ഫിറാൻ ഫിറാൻ എലികൾ, ഫി ഹിയാദിൽ അൽഖി ഹൗദ്, ഹിയാദ് ഹൗദുകൾ, അൽ അഖ്ലിയ ഒഴിഞ്ഞ ഹൗദുകൾ, ഇൻദ ഉമൂമിൽ ഇബ്തിലാഇ ബിഹി വ്യാപകമായി അതൊരു പരീക്ഷണമാണ്, ഒരു വഴിയില്ല, അത്തരം സമയത്ത് അതിന് അഫൂ ഉണ്ട്. 7 മൈത്തത്തു മാ ലൈസ ലഹു ദമുൻ സായിലുൻ, ഒലിക്കുന്ന രക്തമില്ലാത്ത ശവങ്ങൾ. മൈത്തത്തു ശവം, മാ ഒരു ജീവിയുടെ, ലൈസ ലഹു അതിനില്ല, ദമുൻ സായിലുൻ ഒലിക്കുന്ന രക്തം, ദമുൻ രക്തം, സായിലുൻ ഒലിക്കുന്നു, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ ആ ഡെഡ് ബോഡി. കബുറൂസിൻ ചെള്ള്, വബഊദിൻ കൊതുക്, വഖംലിൻ പേന്, വദുബാമിൻ ഈച്ച, വഖുംഫുസഇൻ വണ്ട്, വബഖിൻ മൂട്ട, വഅഖ്റബിൻ തേള്, വവസഇൻ പല്ലി, വസുംബൂരിൻ കടന്നൽ. ഇതൊക്കെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയാണ്. അപ്പൊ അത് വീണാൽ ആ വെള്ളത്തിന് അഫൂ ഉണ്ട്. വഹാദിഹിൽ മൈത്തത്തു മഅഫൂൻ അൻഹ, ഈ ഡെഡ് ബോഡികൾ മഅഫൂൻ അൻഹ വിട്ടുവീഴ്ച ഉള്ളതാണ്. ഫിൽ മാഇ ദ്രാവകങ്ങളിൽ, ഐലൻ വെള്ളത്തിൽ എന്നതുപോലെ മറ്റു ദ്രാവകങ്ങൾ, കദ്ദുഹ്നി എണ്ണയൊക്കെ പോലെ, എണ്ണ ദ്രാവകമാണ്, അതിലൊക്കെ അഫൂ ഉണ്ട്. ഇനി 3ാമത്തെ ക്രൈറ്റീരിയ, അൽ മഅഫൂ അൻഹ ഫി ത്വആമി ഖാസത്തൻ, ഭക്ഷണത്തിൽ പ്രത്യേകമായി അഫൂ ഉള്ളത്. അൽ മഅഫൂ അൻഹ വിട്ടുവീഴ്ചയുള്ള നജസ്, ഫി ത്വആമി ഖാസത്തൻ ഭക്ഷണത്തിൽ വിട്ടുവീഴ്ചയുള്ള നജസ് ഏതൊക്കെയാ? 1 ദമുൻ ബഖിയ അലൽ ലഹ്മി വ ഇളാമിഹി, മാംസത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ എല്ലിന്റെ മുകളിൽ അവശേഷിക്കുന്ന രക്തം. അതായത് എത്ര കഴുകിയാലും മാംസത്തിൽ കുറച്ച് രക്തം ഉണ്ടാകും, അതിന് അഫൂ ഉണ്ട്. അതുപോലെ എല്ലിന്റെ മുകളിൽ അവശേഷിക്കുന്നതിന് അഫൂ ഉണ്ട്.
9 ബൗലു ബക്കരി ദിയാസത്തി അലൽ ഹുബൂബി, ധാന്യങ്ങളുടെ മുകളിൽ ഈ പശുവിന്റെ മൂത്രമായാൽ, എവിടെ ബക്കറി ദിയാസ, ഈ ആട്ടുന്ന ചക്ക് കാളയില്ലേ അതിന്റെ മൂത്രം, അലൽ ഹുബൂബി, അത് ധാന്യത്തിൽ തെറിച്ചാൽ അതിന് അഫു ഉണ്ട്. കാരണം ഈ ആട്ടുന്ന സമയത്ത് മൂത്രമൊഴിച്ചാൽ അതിൽ നിന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. ആ തെറിക്കുന്നതിന് അഫു ഉണ്ട്. അത് കഴിയുന്നതും സംരക്ഷിക്കാണ് വേണ്ടത്. അതിന് അഫു ഉണ്ട് എന്നർത്ഥം. സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അഫു ഉണ്ട്. 10 ദൂതു മൗക്കൂലിൻ, തിന്നപ്പെടുന്ന വസ്തുക്കളിലെ പുഴു, അതിന് അഫു ഉണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പുഴുവൊക്കെ ആണെങ്കിൽ അതിന് അഫു ഉണ്ട് എന്നർത്ഥം. വലുതാണ് ഒരു പഴത്തില് സ്വാഭാവികമായും പഴത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പുഴുവാകുമ്പോൾ അതിന് അഫു ഉണ്ട്. അതേസമയം അത് കഴിക്കണം, അത് വലിയ ഇതാണ് എന്നല്ല അതിന്റെ അർത്ഥം. കദൂതി നജസന്നെ വിട്ടുവീഴ്ച ഉണ്ട് എന്നർത്ഥം. കദൂതി തുഫാഹി, ആപ്പിളിലൊക്കെ ഉള്ള പുഴു പോലെ, വൽ ഖല്ലി, സുർക്കയിൽ പുഴു ഉള്ളതുപോലെ, അതൊക്കെ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, വൽ ഹുബൂബി, മറ്റു ധാന്യങ്ങളിൽ നിന്നൊക്കെ, ഹയ്യൻ കാനാവും മൈത്തൻ, അത് ജീവനുള്ളതാണെങ്കിലും അല്ലാത്താണെങ്കിലും അതിന് അഫു ഉണ്ട്. ഒരാൾ കഴിച്ചു പോയാൽ അത് നജസ് കഴിച്ചു എന്നുള്ള കുറ്റമൊന്നുമില്ല. ഫയജൂസു അക്ലുഹു മാഹു, അതിന് തിന്നാൽ അതിന് ജായിസ് എന്നാ പറയാം, അനുവദനീയമാണ് എന്ന് പറയാം, തെറ്റാണെന്ന് പറയും. അതേസമയത്ത് ലാ നംലു സംനി, ഈ നെയ്യിലുള്ള ഉറുമ്പ്, അതിന് അഫു ഇല്ല. കാരണം ഫൈന നഷ്അഹു ലൈസ മിൻഹു, അത് അതിൽ നിന്നുണ്ടാകുന്നതല്ലേ, ഇത് അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ആയതുകൊണ്ട് അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പരിധിപ്പെട്ട അല്ലാത്തതുകൊണ്ടാണ് അഫു ഉണ്ട് എന്ന് പറഞ്ഞത്. അതേസമയത്ത് നെയ്യിലുള്ള ഉറുമ്പ് അത് അതിൽ നിന്നുണ്ടാകുന്ന അല്ലല്ലോ. 11 നജാസത്തുൻ ബി ലറഇ ശാത്തി വ നഹ്വിഹ, ഒരാട് പശു പോലെയുള്ള അത്തരം ജീവികളുടെ ഈ അകിടിലുള്ള നജസ് അഫു ഉണ്ട്. നജാസത്തുൻ, അതായത് അതൊക്കെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് അതിന് വിട്ടുവീഴ്ചയുണ്ട് അനിവാര്യ ഘട്ടങ്ങളിൽ എന്നാണ് പറയുന്നത്. നജാസത്തുൻ ബി ലറഇ ശാത്തി, ലറഇ എന്ന് പറഞ്ഞാൽ അകിട്, ഷാത്ത് ആട് അതുപോലെയുള്ള ജീവികളുടെ അതിൽ വരുന്ന ഇതിന് അഫു ഉണ്ട് എന്ന് പറഞ്ഞാൽ, ആട്ടിൻകുട്ടി ആ മുല കുടിച്ചാൽ അതിന് ഒരു ഇതുണ്ടാവില്ലേ, അതിന് അഫു ഉണ്ട് എന്ന്. 12 മാ തത്തായറ മിൻ റമാദി തന്നൂർ, അടുപ്പിലെ വെണ്ണീരിൽ നിന്ന് പാറിയത്. അടുപ്പിലെ വെണ്ണീര് എന്ന് പറഞ്ഞാൽ അത് നജസായ വെണ്ണീരാണ് സങ്കല്പിക്കുക, അതിന് അഫു ഉണ്ട് എന്നർത്ഥം. തത്തായറ, അതിൽ നിന്ന് പാറി വന്നത്, തുർക്കിയ പാറ. 13 മാഫി ബുത്തൂനി സിഗാരി സമക്കി, ചെറിയ മത്സ്യങ്ങൾ ഉണ്ടാവുക, അതിന് അഫു ഉണ്ട്, അതിന്റെ ഉള്ളിലുള്ളതിന് അഫു ഉണ്ട്. മാഫി ബുത്തൂൻ, ബത്തുന് ബുത്തൂൻ, വയറുകൾ, സിഗാർ, സഗീർ സിഗാർ, ചെറിയ അസമക്ക്, ചെറിയ മത്സ്യങ്ങളുടെ ഉള്ളിലുള്ളതിന് അഫു ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ളത് ഒഴിവാക്കാൻ കഴിഞ്ഞോളന്നില്ലല്ലോ, അപ്പൊ അതിന് അഫു ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അഫുള്ള കാര്യങ്ങൾ അഫുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അനിവാര്യമായ ഘട്ടങ്ങളിൽ അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ട് ഉപയോഗിക്കുക. അതിന്റെ പേരിൽ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചാകെ ബുദ്ധിമുട്ടാകേണ്ടതില്ല. അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റു വഴിയില്ലാത്തപ്പോൾ അതിന് വിട്ടുവീഴ്ചയുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ രത്നം.